നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം പലപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. ഉദാഹരണമായി ബെസ്റ്റ് 4-സ്റ്റാർ ഹോട്ടൽസ് ഇൻ കൊച്ചി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തീർച്ചയായും കുറേ ഹോട്ടൽസ് വരും. പക്ഷെ അവയൊന്നും ബെസ്റ്റ് 4-സ്റ്റാർ ഹോട്ടൽസ് ഇൻ കൊച്ചി ആയിരിക്കണം എന്നില്ല. ഗൂഗിളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹോട്ടൽസ് ആയിരിക്കും അവരെല്ലാം. അങ്ങനെ ഒരു സംവിധാനം ഗൂഗിളിലുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിള്, സോഷ്യൽ മീഡിയാസ് അവയൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ശരിക്കും ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ടത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം ChatGPT ചോദിക്കുക എന്നുള്ളതാണ്. ChatGPT ഇതേപോലെ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഉത്തരം പറയുന്ന സംവിധാനങ്ങളൊന്നും ChatGPT ഇല്ല. ChatGPT നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അവരെങ്ങനെയാണ് തരുന്നത് എന്ന് വെച്ചാൽ ആ പ്രസ്തുത പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും ആകെ എത്ര റിവ്യൂസ് ഉണ്ട്, എത്ര പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്, എത്ര ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ ആർട്ടിക്കിൾസ് ഉണ്ട്, ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു ആൻസർ നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. ഞാനിവിടെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ChatGPT ചോദിച്ചു. ഇതിൽ ChatGPT നമുക്ക് നൽകുന്ന ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ChatGPT ഞാൻ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. അത് ഇതാണ്: ഇൻ സോഷ്യൽ മീഡിയ ദർ ഈസ് ലോട്ട് ഓഫ് നെഗറ്റീവ് കംപ്ലൈൻറ്റ്സ് അബൌട്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. ഈസ് സ്റ്റാർ ഹെൽത്ത് ഈസ് സച്ച് എ ബാഡ് ഓപ്ഷൻ? പ്ലീസ് ഗിവ് വാല്യുബിൾ ഒപ്പീനിയൻ ആഫ്റ്റർ ഫാക്ട് ചെക്കിംഗ്. ഇത്രയേറെ നെഗറ്റീവ് ഒപ്പീനിയൻസ് സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ChatGPT അതിൽ എന്താ പറയാനുള്ളത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട്? ഞാനത് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താ നോക്കൂ, എൻ്റെ ചോദ്യത്തിന് ശേഷം അവരുടെ ഉത്തരം കാണാം. ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദി അവൈലബിൾ എവിഡൻസ്, നോട്ട് ജസ്റ്റ് സോഷ്യൽ മീഡിയ, എല്ലാം. അതായത് ChatGPT ഉത്തരം എടുക്കുന്നത് എത്ര ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്, എത്ര ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്, എത്ര ഫേസ്ബുക്കിൽ ഉണ്ടെന്ന് വേണ്ട ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ, ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള റിവ്യൂസ് അടക്കം എല്ലാം കൂടി നോക്കി ആറ്റിക്കുറുക്കി മാത്രമേ ChatGPT നമുക്ക് ഉത്തരം പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉത്തരത്തെ വിശ്വസിക്കാം. അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും. എന്താ ഇവിടുത്തെ നോക്കൂ, നോ, എൻ്റെ ചോദ്യത്തിന് അങ്ങനെ അല്ല എന്നാണ് ChatGPT പറയുന്നത് കേട്ടോ. സ്റ്റാർ ഹെൽത്ത് ഈസ് നോട്ട് എ ബാഡ് ഇൻഷുറൻസ് കമ്പനി, ബട്ട് ഇറ്റ് ഡസ് ഹാവ് സം ജെനുവിൻ വീക്ക്നെസ് that explain why there are many negative comments online. സ്റ്റാർ ഹെൽത്ത് അങ്ങനെ മോശം കമ്പനി ഒന്നുമില്ല, പക്ഷേ ചില മോശം റിവ്യൂസ് ഉണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് പറയാമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഹിയർ മൈ ബാലൻസ്ഡ് അസസ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ChatGPT ബാലൻസ്ഡ് ആയിട്ടുള്ള അസസ്മെൻ്റ് ആയിരിക്കും തരിക. നമുക്കത് വിശ്വസിക്കാം. ഗൂഗിളിലോ മറ്റ് സോഷ്യൽ മീഡിയകളിലോ ചോദിക്കുന്നത് പോലെയല്ല ChatGPT ഉത്തരം പറയുന്നത്. ആദ്യം എന്താ നോക്കൂ, ദ പോസിറ്റീവ്സ്. ഇറ്റ് ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറർ വിത്ത് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ്. It has one of the largest hospital network, 14,000 plus hospitals. കാണല്ലോ. പിന്നെ it settles a very large number of claims every year because its huge customer base. എന്ന് വെച്ചാൽ എനിക്കറിയാം 17 കോടി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് the concerns. Star Health receives more customer complaints than many competitors. Even after considering its largest size, regulators and industry observers have also raised concerns about its complaints levels and claims practices. നോക്കാം. Its recent claim settlement ratio has improved. ഇപ്പം നല്ല രീതിയിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ ബട്ട് ഇറ്റ്സ് മൾട്ടി ഇയർ ആവറേജ് ഈസ് സ്റ്റിൽ ബിലോ സെവറൽ ലീഡിങ് കോമ്പറ്റീറ്റേഴ്സ്. എന്ന് വെച്ചാൽ 2006 മുതൽ 2026 വരെയുള്ള മൊത്തം നോക്കുമ്പോൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ ബിലോ ആയിരിക്കും. പക്ഷേ റീസെൻ്റ്ലി ഇംപ്രൂവ്ഡ് ആണ് എന്നാണ് ChatGPT പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് 17 കോടി കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് ഒരാൾക്കും 1 കോടി തികച്ചില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുത്തശ്ശിയുടെ റെസിപ്പി പ്രകാരം നമ്മുടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും 5 വീട്ടുകാർക്ക് കൊടുത്തു, അഭിപ്രായം ചോദിച്ചു, 5 വീട്ടുകാരും പറയുന്നു സൂപ്പർ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്? 100% അല്ലേ? അത് 17 കോടിക്ക് കൊടുക്കുമ്പോൾ പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അടുത്ത ചോദ്യം, വൈ ആർ ChatGPT തന്നെ പറയാം കേട്ടോ, വൈ ആർ ദർ സോ മെനി നെഗറ്റീവ് കമൻറ്റ്സ്? ദർ ആർ സെവറൽ റീസൺസ്. ആദ്യത്തേത്, സ്റ്റാർ ഹെൽത്ത് ഹാസ് ആൻ എനോർമസ് കസ്റ്റമർ ബേസ്. അതന്നെ ഞാൻ പറഞ്ഞത് കേട്ടോ. സോ നാച്ചുറലി ഇറ്റ് ജനറേറ്റ്സ് മോർ കംപ്ലയിൻറ്റ്സ്. അതേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ നോക്കൂ, people whose claims are rejected are much more likely to post online than satisfied customers. ക്ലെയിം എല്ലാം കിട്ടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോയി അത് പറഞ്ഞുകൊണ്ടിരിക്കും? ഇല്ല, കിട്ടാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കും. കിട്ടാത്തവർ മേ ബി ആയിരങ്ങളായിരിക്കും, കിട്ടിയവർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ആയിരങ്ങളുടെ നമ്മൾ ജനറലൈസ് ചെയ്യരുത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. Then third point, some competitors are genuine while some arises because the illness or treatments were not covered under the policy terms. നമ്മുടെ പോളിസിയിൽ പറയാത്ത ബെനിഫിറ്റ്സുകൾ ക്ലെയിം ചെയ്താൽ കിട്ടത്തില്ല. ഓരോ പോളിസിക്ക് ഓരോ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനം റോങ് സെയിൽസ് ആണ്. പ്രീ എക്സിസ്റ്റിംഗ് പറയാതെ ഏജന്റുമാർ പോളിസിയിലേക്ക് ചേർക്കും, ക്ലെയിം വരുമ്പോൾ കൊടുക്കത്തില്ല. ഏറ്റവും കൂടുതൽ ഏജൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതും സ്റ്റാർ ഹെൽത്തിന് ആയതുകൊണ്ട് അത്തരം ഇഷ്യൂസ് ഇവിടെ കൂടുതലായിരിക്കും.
ഇനി അടുത്ത് നോക്കും മൈ ഒപ്പീനിയൻ. മൈ മീൻസ് ഇവിടെ ചാറ്റ് ജി പി ടി ആണ് കേട്ടോ. ഐ വുഡ് റേറ്റ് സ്റ്റാർ ഹെൽത്ത് ആസ് പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ 8.5 കൊണ്ട് 10, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിൽ 10ൽ 10 ആണ്, ഇന്ത്യയിൽ ടോപ്പ് കേട്ടോ. ഒന്നും നോക്കണ്ട. ക്ലെയിം എക്സ്പീരിയൻസിൽ 10ൽ 7 ആണ്. ബാക്കി 3 പോയത് റോങ് സെയിൽസിലാണെന്നുള്ളത് ചാറ്റ് ജി പി ടിനെ സംബന്ധിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലെയിം എക്സ്പീരിയൻസ് പറഞ്ഞു. പിന്നെ കസ്റ്റമർ സർവീസ് 6.5 to 7 ഉണ്ട് 10ൽ. ഈ കസ്റ്റമർ സർവീസും ക്ലെയിം എക്സ്പീരിയൻസും സിമിലറാണ്. കാരണം റോങ് സെയിൽ വരുമ്പോൾ കസ്റ്റമർ സർവീസിനും അതുപോലെ കുറവുണ്ടാവും. ഓവറോൾ 7.5 to 8 10ലുണ്ട്. ഇനി ലാസ്റ്റ് അവരുടെ കൺസോൾട്ടേറ്റഡ് ഒപ്പീനിയൻ നോക്കാം. So, I would not call Star Health a bad insurer. It remains one of the major health insurer in India with strong products and an excellent hospital network. However, if your top priority is the smoothest possible claim experience, there are some competitors that currently have a stronger reputation for customer satisfaction and lower complaint levels. അത് അവർ സത്യസന്ധമായിട്ട് തുറന്ന് പറയുക. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 17 കോടി കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് 1 കോടി താഴെ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ്സ് കൂടും. ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ പറയുന്നതല്ല, ചാറ്റ് ജി പി ടി പറയുന്നതാണ് സത്യം. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.